സ്നേഹമുള്ളവരെ, വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച വളരെ സന്തോഷപൂർവ്വം ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് നൽകിയത്. സഞ്ജു സാംസനെ കുറിച്ചുള്ള ആ വീഡിയോ നിങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു പ്രതീക്ഷയോടെ കാത്തിരുന്നവൻ്റെ വിജയം നമ്മൾ അവനിലൂടെ കണ്ടെങ്കിൽ ഇന്നും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ പ്രതീക്ഷയോടെ തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പൊരുതിയ ഒരു സഹോദരിയെ നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുക. ഈ ദിവസങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പേരായിരിക്കും ശ്രീജ JS. തിരുവനന്തപുരത്ത് ഒരു ചെറിയ ഒരു ഗ്രാമത്തിൽ ഉള്ള ഒരു പെൺകുട്ടി. തൻ്റെ സ്വപ്നമായിരുന്നു സിവിൽ സർവീസിൽ ഒരു ഉന്നത വിജയം കരസ്ഥമാക്കുക. ഈ ദിവസങ്ങളിൽ പല പത്രമാധ്യമങ്ങളും അവളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ അവളുടെ ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. ശ്രീജ JS IFS. അവളുടെ ആഗ്രഹം അതായിരുന്നു, ഒരു IFS കാരിയായിട്ട് മാറുക. അതിനുവേണ്ടി പരിശ്രമിച്ച ഒരു പെൺകുട്ടി. എന്തിന്, അതിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന റാങ്ക് ഏതായിരിക്കണം എന്ന് കൂടി എഴുതി വെച്ചിട്ട് ആ ഒരു ലക്ഷ്യം മുൻനിർത്തി പഠിച്ച് നേടിയ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യുവാൻ വേണ്ടി പലരും കടന്നു ചെന്നപ്പോൾ വളരെ സന്തോഷപൂർവ്വം അവൾ ഉയർത്തി കാണിച്ച ഒരു ആയുധം നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്താണ് ആയുധം എന്ന് ആ ഇൻ്റർവ്യൂ കണ്ട എല്ലാവർക്കും മനസ്സിലാകും. അത് മറ്റൊന്നുമല്ല, അവളുടെ ആയുധം എന്ന് പറഞ്ഞത് ജപമാലയായിരുന്നു. ആ ജപമാല കരങ്ങളിൽ എഴുതി ഈ ജപമാല എപ്പോഴും എൻ്റെ കരങ്ങളിലുണ്ടായിരുന്നു എന്ന് അവൾ ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ അതൊരു വിശ്വാസ സാക്ഷ്യം തന്നെയാണ്. മാത്രമല്ല, അത് ഒത്തിരിയേറെ പേർക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ്. അവൾ പറയുന്നുണ്ട്, ഒരു മനസ്സിലൊരു എയിമുണ്ടെങ്കിൽ അതിനു വേണ്ടി എന്തും ചെയ്യുവാൻ റെഡിയാവണം. അവിടെ ഒരു ഷോർട്ട് കട്ടില്ല, കഠിനമായി പ്രയത്നിക്കണം. കഠിനമായി പ്രയത്നിച്ചാൽ മാത്രമാണ് അതിൽ എത്തിച്ചേരുവാൻ സാധിക്കുള്ളൂ. അതിന് എന്നെ കൂടുതൽ സഹായിച്ചത് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. മാത്രമല്ല, ആ പെൺകുട്ടിയുടെ ആഗ്രഹം നിലനിർത്തുവാൻ വേണ്ടി മാതാപിതാക്കൾ വലിയൊരു സ്റ്റെപ്പ് എടുത്തു. അവളെ സഹായിക്കുവാൻ വേണ്ടി എപ്പോഴും മുൻനിരയിലുണ്ടായിരുന്നു. മാത്രമല്ല, അവൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകി. മാത്രമല്ല, എപ്പോഴും അവളെ കൂടെ ഞങ്ങളുണ്ട് കൂടെ എന്ന ധൈര്യം പകർന്നു നൽകി. ഇന്ന് പല മാതാപിതാക്കളും ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം ഒരു ട്യൂഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം തീർന്നു, അത് പിന്നെ ഒന്നും ചെയ്യേണ്ട എന്ന് കരുതുമ്പോൾ ഇവിടെ ഈ മാതാപിതാക്കളും വലിയൊരു ഉദാഹരണമായിട്ട് മാറുകയാണ്. മകൻ്റെ ആഗ്രഹത്തിന് വേണ്ടി അവൾക്കത് നേടാൻ സാധിക്കും. ആ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന കൊണ്ട് അവൾക്ക് ശക്തി പകരും. രണ്ടുപേരും വളരെ വിശ്വാസികളാണ്. അവരും എപ്പോഴും ജപമാല ചൊല്ലുന്നവരാണ്. അപ്പോൾ ആ അമ്മയുടെ കരങ്ങളിലേക്ക് തൻ്റെ മകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരും എപ്പോഴും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലം ആ മകളുടെ ജീവിതത്തിൽ കിട്ടി. പ്രിയമുള്ളവരെ, ഈ ശ്രീജ JSനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ആ പെൺകുട്ടി എല്ലാവരും ഒരു പ്രചോദനമാണ്. നിങ്ങൾ പരിശ്രമിച്ചാൽ, നിങ്ങൾ ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നടക്കും. അത് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ പെൺകുട്ടി ഇൻ്റർവ്യൂകളിൽ പറയുന്നുണ്ട്, തൻ്റെ ചെറുപ്പം തൊട്ടേ തൻ്റെ ഒരു സ്വഭാവം ഇതാണ്, എന്തെങ്കിലും ഒരു ലക്ഷ്യം മുൻനിർത്തി അത് നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അത് പലപ്പോഴും ഇന്നത്തെ കുട്ടികൾക്കില്ല. എന്തിനു വേണ്ടിയാണ് ഞാൻ +2 ചേർന്നത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ഡിഗ്രിക്ക് പോയത്, അതിനുശേഷം എന്താണ് എന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് ഉത്തരമില്ല. ഞാൻ പഠിക്കുന്ന ഈ സബ്ജക്റ്റ് ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും അറിയാതെ യാതൊരു ഗൈഡൻസും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു തലമുറയെയാണ് നമ്മൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുക. അവിടെ ഈ ഒരു പെൺകുട്ടി മാതൃകയാണ്. അവൾക്ക് ഇഷ്ടമായിരുന്നു പൊളിറ്റിക്കൽ സയൻസും അതുപോലെ മറ്റ് സബ്ജക്റ്റും എല്ലാം. അത് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുത്തു. അത് മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്ക് ഇതാവണം, അതിനുവേണ്ടി ഞാൻ പഠിക്കാൻ പോകുന്നു. മാതാപിതാക്കൾ കൂടെ നിന്നു, അവളെ പ്രോത്സാഹിപ്പിച്ചു. അവളുടെ ജീവിതത്തിൽ ആ വലിയൊരു വിജയം നേടുവാൻ അവളെ സഹായിച്ചു. 57ാം റാങ്ക് എന്ന് പറയുന്നത് ചെറിയൊരു റാങ്കല്ല എന്ന് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് വലിയൊരു വിജയം തന്നെയാണ്. ആ വിജയത്തിലേക്ക് അവളെ ചേർത്ത് നിർത്തിയത് അവളുടെ മാതാപിതാക്കളും അതുപോലെയല്ല അവളുടെ വിശ്വാസവുമായിരുന്നു. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് എന്നും ഒരിക്കലും മടി പിടിച്ചിരുന്നിട്ടില്ല. കാരണം അവിടെ ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചതിലേക്ക് അവൾ നോക്കും. അത് കാണുമ്പോൾ തൻ്റെ മടികളെ എല്ലാം മാറ്റിവെച്ച് ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി അവൾ പരിശ്രമിച്ചു. അങ്ങനെ ആ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഒത്തിരിയേറെ വചനങ്ങളും അവൾ എഴുതി ആ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ശക്തി പകരുന്ന വചനങ്ങൾ. നമുക്കും അതൊക്കെ മാതൃകയാക്കാം. നമ്മുടെ ഭിത്തിയിലും നമുക്ക് ശക്തി പകരുന്ന, നമുക്കൊരു തളർച്ച തോന്നുന്ന സമയത്ത് ആ ഒരു വചനം വായിച്ചാൽ എനിക്ക് കരുത്ത് ലഭിക്കുമെന്നുണ്ടെങ്കിൽ ആ വചനം എഴുതി വയ്ക്കുവാൻ നമുക്ക് തയ്യാറാക്കണം. അങ്ങനെ പരിശ്രമിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്കും വിജയത്തിലെത്താൻ സാധിക്കും. ഇതുപോലെയുള്ള ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വലിയ ശക്തി പകരുക. കാരണം നമ്മളെപ്പോലുള്ള ഒരു പെൺകുട്ടിയാണ് ഇവിടെ തൻ്റെ ജീവിതത്തിൽ വിജയം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളും പരിശ്രമിച്ചാൽ നമുക്ക് നേടാൻ സാധിക്കും, അല്ലേ? പലപ്പോഴും നിരാശയിലേക്ക് പോകുന്നവർ തിരിച്ചറിയേണ്ടതും അതുതന്നെയാണ്.
നമ്മളെപ്പോലെയുള്ളവർ ഇന്നും പരിശ്രമിച്ച് വിജയിക്കാൻ ഒരു ജീവിത സാഹചര്യം വയ്ക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ കടങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. ഈ പഠനത്തിന് വേണ്ടി ഒത്തിരിയേറെ ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തിരികെ ലഭിക്കുന്നത് അവർക്ക് ഉറപ്പുണ്ട്. കാരണം ആ മകൾ ലക്ഷ്യത്തിലെത്തിയ തീർച്ചയായും ഇതെല്ലാം തിരികെ ലഭിക്കും. ആ ഒരു ബോധ്യം, ആ ഒരു വിശ്വാസം, ആ ഒരു ധൈര്യം മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നു. അതുതന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾക്കും വേണ്ടത്, അതുപോലെ തന്നെ മക്കൾക്കും പകർന്നു നൽകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ജീവിതകഥ നിങ്ങൾ മക്കളുമായിട്ട് പങ്കുവയ്ക്കും. ഈ മകളുടെ ജീവിതം നിങ്ങളുടെ മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമായിട്ട് മാറും. നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രയത്നിച്ച് വിജയം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മറ്റുള്ളവർക്കും വലിയൊരു പ്രചോദനമാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കും.